ഇങ്ങനെ ചെമ്മീൻ ബിരിയാണി ആക്കി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ആക്കത്തുള്ളൂ. ഞാൻ ഉറപ്പ് പറയാ. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ്. ഓയിലും ഗീയും കൂടി യൂസ് ചെയ്തിട്ട് ഒനിയൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അതേ ഓയിലിനെ പകുതി എടുത്തിട്ട് ഈ ചെമ്മീൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റാൻ വെക്കാം. ഉള്ളി വഴറ്റിയതിന് ശേഷം കുറച്ച് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് തക്കാളി ഇടുക. തക്കാളി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത പാട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത പ്രോൺസും ആഡ് ചെയ്യുക. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. കൂടുതലായിട്ട് അത് ഫ്രൈ ചെയ്താൽ ചിലപ്പോൾ ഒരു റബ്ബർ പോലെ ഇരിക്കും. ഫ്രൈ ചെയ്ത ഈ ഒരു ചെമ്മീനും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ മസാലപ്പൊടികളൊന്നും ഇട്ടില്ല. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേളിലിടുക. എന്നിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, അടുത്തത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗരം മസാല. ഇത് അത്യാവശ്യം നന്നായിട്ട് ഇട്ടോ, കാരണം വേറെ നമ്മൾ മസാലാസ് ഒന്നും ഇടില്ല. അത്യാവശ്യം ഗരം മസാല ഇടുക. എന്നിട്ട് ഒരു പൊടിക്ക് മീറ്റ് മസാല, എന്നിട്ട് ഇച്ചിരി മല്ലിച്ചപ്പും തൈരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് ടിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ദം ഇടൽ. നമുക്ക് ഈ മസാലയുടെ മേലെ മല്ലിച്ചപ്പും ഫ്രൈഡ് ഒനിയൻ ഇടുക. എന്നിട്ട് റൈസ് ഫസ്റ്റ് ലെയർ ഇടുക. സെയിം മല്ലിച്ചപ്പും ഫ്രൈഡ് ഒനിയൻ ഇട്ടതിന് ശേഷം ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ലെയർ റൈസ് ഇടുക. സെയിം നെയ്യ്. അത്രയും മസാല ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ആ ദമ്മ് പൊടിച്ചൊന്ന് കഴിച്ചു നോക്ക്.